കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലോന്റെ ചാപ്റ്റർ 310 ആയിരിക്കും. സോ നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അങ്ങനെയാണെങ്കിലേ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് മിസ് ആകാതെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത 4 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ പേരും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. സോ നമുക്കിനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അവർ തമ്മിലുള്ള ബാറ്റിൽ നന്നായിട്ട് തന്നെ ടൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. സെനോൺ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ യൂണോ ഡോഡ്ജിങ് ചെയ്യുന്നുണ്ട്. കാരണം യൂണോ ഒരു സ്റ്റാർസ് ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് ടെലപ്പോർട്ട് ചെയ്യുവാണ്. ഒരു സ്റ്റാറിൽ നിന്ന് മറ്റൊരു സ്റ്റാറിലേക്ക് യൂണോ പെട്ടെന്നാണ് ടെലപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സെനോന്റെ തലക്ക് നോക്കി ഒരു അറ്റാക്കും ചെയ്യും. അവിടുന്ന് റിക്കവർ ആയി വന്ന നമ്മുടെ സെനോൺ ആയിട്ട് പുള്ളിക്കാരന്റെ ബോൺ മാജിക്കും സ്പെഷ്യൽ മാജിക്കും കൂടെ യൂസ് ചെയ്ത് ഒരു ഡീമൺ സോഡ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് പുള്ളിക്കാരൻ കുറെ അറ്റാക്കും ചെയ്യുകയും ചെയ്യും. ഇത് കാണുന്നിടത്ത് തന്നെ നമ്മുടെ യൂണോയ്ക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. യൂണോ അത് പെട്ടെന്ന് തന്നെ ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലായി, അത് പുള്ളിക്കാരൻ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം സ്പേസ് തന്നെയാണ് അത് വലിച്ച് രണ്ടായിട്ട് കീറുന്നത്. അതുപോലെ യൂണോ ക്രിയേറ്റ് ചെയ്ത സ്റ്റാർസും ഈ ഒരു അറ്റാക്ക് കാരണം നശിച്ചു പോകുന്നുണ്ട്. യൂണോയ്ക്കാട്ടെ അത് അത്ര പെട്ടെന്നൊന്നും റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പറ്റുന്നില്ല. പിന്നെ നമ്മുടെ സെനോൺ ആണ് കളിക്കുന്നത്. പുള്ളിക്കാരനായിട്ട് കുറച്ചധികം ഓർമ്മകൾ വരികയും ചെയ്യും. നമ്മുടെ അലനെ കൊന്നു കഴിഞ്ഞ് പുള്ളിക്കാരന്റെ ചേട്ടനെ കാണാൻ പോയില്ലേ, ആ ഒരു സമയത്തെ ഓർമ്മകൾ. വീക്ക് ആയിട്ടുള്ള എല്ലാവരെയും നമുക്കൊന്നും രക്ഷിക്കാൻ സാധിക്കത്തില്ല. അത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് നമ്മൾ അവരെല്ലാവരെയും കൊന്നിട്ട് ഒരിക്കലും മരിക്കാത്ത ശരീരമായിട്ട് അവരെ റീജനറേറ്റ് ചെയ്യിപ്പിക്കും. ഡെവിൾസിന്റെ സഹായത്തോടെ കൂടി നമ്മൾ 4 സോക്രട്ടീസ് സിബ്ലിംഗ്സിനും അത് സാധിക്കും. നമുക്ക് ഈ ഹ്യൂമാനിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറ്റി വരക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ആർക്കും തന്നെ മരണത്തെ പേടിക്കേണ്ടി വരത്തില്ല. എന്നിട്ട് നമ്മുടെ ഡീമൻ ആയിട്ടുള്ള സെനോനെ കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഞങ്ങളുടെ സ്പേഡ് കിങ്ഡത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ വളരെയധികം ടൈറ്റ് ആയിട്ട് മാറുമായിരുന്നു. സെനോന്റെ അറ്റാക്ക് കാരണം അവിടെ ഉണ്ടായിരുന്ന ക്യാസിലും പൊളിഞ്ഞു താഴത്തേക്ക് വീഴുന്നുണ്ട്. യൂണോ ആട്ടെ സെനോന്റെ ഓരോ അറ്റാക്സും നന്നായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്ത് മാറിയിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇത്ര നേരം സൂക്ഷിച്ചു വെച്ചാൽ ആ ഒരു അറ്റാക്ക് യൂസ് ചെയ്യാൻ സമയമായി. എന്നിട്ട് യൂണോ പുള്ളിക്കാരൻ ഒരു ആക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ സെനോൻ നമ്മുടെ യൂണോടെ കുറെ സ്റ്റാർസ് നശിപ്പിച്ച് കളയുന്നുണ്ട്. അത് രണ്ടും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള പവേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ 2 അറ്റാക്കും ക്യാൻസൽ ഔട്ടായി പോയി. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ആവശ്യത്തിലധികം ഡാമേജസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സെനോണാണ് അവിടെ അഡ്വാൻറ്റേജ് വന്നത്. കാരണം യൂണോയുടെ എല്ലാ സ്റ്റാർസും തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ഇനി അവന് ടെലപ്പോർട്ട് ചെയ്യാനും സാധിക്കത്തില്ല, അവന് ഡിഫെൻഡ് ചെയ്യാനും സാധിക്കത്തില്ല. എന്നാൽ പെട്ടെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ യൂണോ പുള്ളിക്കാരന്റെ സെയിം സ്റ്റേജ് യൂസ് ചെയ്യുന്നുണ്ട്. സെനോണുമായിട്ടുള്ള ആ ലൈഫ് ആൻഡ് ഡെത്ത് ബാലൻസിന്റെ ഇടയ്ക്കാണ് യൂണോ ഇത് അച്ചീവ് ചെയ്തത്. പുള്ളിക്കാരന്റെ സ്പിരിറ്റുമായിട്ടുള്ള ഒരു എന്താ പറയുക റെസണൻസ് 100% എത്തിയപ്പോഴാണ് പുള്ളിക്കാരന് ഇത് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചത്. ഈ ഒരു പവറിന് ഒരു ഡെവിലിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷെ അതേസമയം സെനോൺ പുള്ളിക്കാരന്റെ സ്പെഷ്യൽ മാജിക്കും ബോൺ മാജിക്കും കൂടി യൂസ് ചെയ്ത് യൂണോനെ നന്നായിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യൂണോയുടെ പല ശരീരഭാഗത്തൂടെയും പുള്ളിക്കാരന്റെ ബോൺസ് കയറി ഇറങ്ങുന്നുണ്ട്. നീ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ വലിയ പോയിന്റ്ലെസ് ആണ്. കാരണം എന്റെ അമാനുഷികമായ പവേഴ്സിന്റെ മുമ്പിൽ നിനക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ജയിച്ചു ഉറക്കെ കാറിക്കൊണ്ട് യൂണോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് പുള്ളിക്കാരൻ സർപ്രൈസ് ആയി പോകുന്നത്. കാരണം യൂണോ അവിടെ ഇല്ല. പിന്നെ നമ്മുടെ യൂണോയുടെ ഏറ്റവും പുതിയ ഗ്രിമ്മോറിലെ ഒരു പേജ് ആണ് കാണിക്കുന്നത്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു മേജ് എന്തുമാത്രം സ്ട്രോങ്ങർ ആണോ അത്രയധികം സ്റ്റാർസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ സെനോന്റെ തൊട്ടു പുറകിൽ ഒരു സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടേക്ക് നമ്മുടെ യൂണോ ടെലപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് ശരിക്കും ഇവിടെ ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂണോ സെനോനെ നടുവേ മുറിക്കുന്നുണ്ട്. പുള്ളിക്കാരന്റെ ഹൃദയവും മുറിഞ്ഞ് 2 കഷ്ണമായിക്കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. നാളത്തേക്കുള്ള ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബ്ലാക്ക് ബുൾസിലെ ഏതെങ്കിലും 2 ക്യാരക്ടേഴ്സിന്റെ പേര് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. പക്ഷെ അതിന്റെ അകത്ത് നമ്മുടെ യാമിയും നോയിലെയും ലക്കും മാഗ്നയും ആസ്റ്റൊന്നും വേണ്ട. ബാക്കിയുള്ളതിൽ നിന്ന് ഏതെങ്കിലും 2 പേർ.